അപ്പൊ അവന്റെ ഒരു നെൽത്തിത്തരം. അതെ 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 അതെ, റൂഫ് ടൈലിന്റെ വർക്ക് തീർന്നു. ഹൗസ് വാമിംഗ് വലിയ പരിപാടിയാക്കും. അതിർത്തിയിൽ നിന്ന് കുറെ ആൾക്കാർ വരാണ്ട്. Epic funny videos part 1. നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. SA റൂഫിംഗ് എന്നാണ് അവരുടെ പേര്. കൊമ്പങ്കാട്ട് നാരി ില്ല. അതിന് ആരടാ വേണ്ടി അറ്റ കുടിൽക്കണ്ടി വല്ലോ ഓരേ നിന്റെ മുന്നിൽ ഓ കളകി അവിടുന്ന്. അല്ല തന്നോടല്ല, ഞാൻ നമ്മളെ അയൽവാസിയുണ്ട് പുളിർന്നു മാറി നടക്കുന്ന ഒരു അതിനോട് പറഞ്ഞു എന്താടാ ഓരൊരു 4 ഓട് വെച്ചിട്ട് എല്ലായിടത്തേക്കും വിളിച്ചാൽ ഇങ്ങനെ നടക്കുക. ഞമ്മളെ തൈ കാണാത്ത കൊമ്പം കാട്ടുകാരെ കട പിടിച്ചു. Funny. മാത്രം ഒന്നും ഇജ്ജായിട്ടില്ല. വേണ്ടമ്മ, ഉന്നം മാറിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിർത്തിയിലൊക്കെ ഇനി മൊയ കൂടും. കൊമ്പങ്കാട് ഞാൻ ആ SA റൂഫിങ്ങരെ കൊടുത്തിട്ടാണ് ഈ ഓട് വെച്ചപ്പോ തുടങ്ങിയതാ. തള്ളക്കും മോനും കുരുവട്ടല് ലഡാക്കിന്ന് വെടിയെട്ടി പേടിച്ചിട്ടില്ല. പിന്നല്ല ഈ കൊമ്പങ്കാട്ടിന്ന് നല്ല രസമുണ്ടല്ലേ ആ ഓട് കാണാന്. ഇപ്പോഴാണ് അതിന്റെ ചൊർക്ക് കൂടിയ കോയേ. മെല്ലെ പറയും, അത് കേട്ടിട്ടുണ്ട്. അതിന്റെ പേരിലേക്ക് അടുത്ത വെടി പോയി ചോദിച്ചു ഞാനില്ല. എന്നിട്ട് അടുത്ത ലഡാക്കത്തെ വെടി കേൾക്കാനല്ലേ അതിന് നിന്നെ കൂടെ ആടുങ്ങളായ ലേസം ധൈര്യം വേണം. അന്റെ വാപ്പ നിങ്ങൾ പോയി ചോദിച്ചോക്കാ. ഞാൻ കുഞ്ഞാപ്പൂനെ വേണേ ഇവിടെ. ഞാൻ തൊട്ടില് പോയി കടന്നോ. ഞാൻ പാലായിട്ടാണ് ഇങ്ങനെ ആട്ടിത്തരാം. കുഞ്ഞാപ്പോ ആ വെടിന്റെ പെരികേറ്റ ഒരു ധൈര്യല്ല. നിങ്ങളെ പെരന്റെ മുകളിലത്തെ തൈലം വെച്ചിക്കണെന്ന് പറഞ്ഞല്ലോ. തൈലം വെക്കേ റൂഫിന് ടൈല് വെച്ചുകൊണ്ടാ പറഞ്ഞത്. കുട്ടിനെ ആരാ ഇങ്ങോട്ട് അയച്ചത്? തത്തുമ്മ. ഏത് തത്തമ്മ പറഞ്ഞിട്ടായാലും ശരി ആ വീട്ടിൽ നിന്ന് ഹൗസ്വാമിന് കുട്ടി മാത്രം വന്നാ മതി. നിങ്ങൾ ഈ പെരന്റെ മേലത്തെ ഓട് ആരെ കൊണ്ട് വെപ്പിച്ചേ? അത് മിസ്റ്റർ കുട്ടാപ്പോ കുഞ്ഞാപ്പൂ. ആ കുഞ്ചാപ്പോ. അത് SA റൂഫിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. അതുപോലെ ഏഷ്യൻ റൂഫിന്റെ ടൈലാണ് വെച്ചിരിക്കുന്നത്. അതെ അതെ. ഓ മൈ ഗോഡ്. വെടി സാർ, എവിടൊക്കെ കടകളുണ്ട്? അലനല്ലൂര്, പട്ടിക്കാട്, പെരിന്തൽമണ്ണ, പത്തനംതിട്ട, കണ്ണൂര്, അങ്ങനെ ഒരുപാട് സ്ഥലം. ഒരു 6 സ്ഥാപനം ഉണ്ട്. ആണോ? ആ പെരിന്തൽമണ്ണത്തെ ഒന്ന് കാട്ടിത്തരോ? തനിക്കായതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, തന്റെ വീട്ടിലുണ്ടല്ലോ ഒരു പുളിർമ്പ് മാറിയ സാധനം. ആ തത്തമ്മനോട് പറഞ്ഞോണ്ടു കൂടുതൽ കളിച്ചാൽ ആ മൂട് നോക്കിയിട്ട് ഇവിടുന്ന് ഒരു മിസൈലാണ് വരുന്നത്. കാണിച്ചേ. ആ മരക്കോയനോട് പറഞ്ഞോണ്ടു വീടിൽ ഇത് വെച്ച് കഴിഞ്ഞാലേ
പഠിച്ച തമ്പുരാനെ എന്താണ് എത്ര കാട്ടിട്ടുണ്ട് ഞാൻ ബഡ്ജറ്റ് പോയത് ഉറക്കത്തിൽ കണ്ടതാ. അവിടുന്ന് ഒരാള് വത്തക്ക വാങ്ങിയപ്പോ ഞാൻ പൊളിച്ചതാ. ബഡ്ജറ്റിന്റെ ഓഫർ നാളെ നേരം വെളുത്തിട്ടാണ്. അതന്നോട് ഞാൻ പറഞ്ഞതാ വായിച്ചത്. ഉറക്കത്തിൽ അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കടന്നിട്ട് നല്ല പറഞ്ഞ് നടക്കണേ. കടന്നു നോക്കിക്കാ ആണ് കടന്നത്. ബഡ്ജറ്റ് ഉറക്കത്തിൽ കണ്ടത് നന്നായി. വലിയ മസ്കറ്റ കണ്ടുകൊണ്ടെങ്കിൽ രണ്ട് പൊളിയാക്കിയിട്ടുണ്ടാവും. നാളെ നേരത്തെ പോണട്ടപ്പച്ചാ. ആ അപ്പൊ ഉറങ്ങേ. ഇതാണ് ഇപ്പച്ച ബഡ്ജറ്റ്. ആ കച്ച് മനസ്സിലായി. എന്റെ ബഹ്റൈനിൽ നിന്ന് തുണി വെച്ച് കയറി. ഇപ്പച്ചാ ആ ഇമ്മച്ചിന്റെ എയർഫെയർ 2395 ഉറുപ്പിയുള്ളൂ. ഇമ്മച്ചിന്റെ അല്ല ഇമ്പക്സിന്റെ ആണ്. കൊണ്ടൊക്കെ തന്നെ 750 വാട്സ് ആണ്. പക്ഷെ ഇതിന്റെ പേര് കൊടുത്താൽ കിട്ടണില്ലല്ലോ. കുഞ്ഞാപ്പുത്തം വായിച്ചാ പ്രസൻസ് ആ പ്രസൻസർ അല്ല പ്രസ്റ്റേജിന്റെ മിക്സി 2795 ഉറുപ്പിയുള്ളൂ. ആയിക്കോട്ടെ. ഇതിന്റെ തോക്ക് വേണല്ലേ. ഇതിന് 2 ബർഗർ ഉണ്ടാക്കാറുണ്ടോ? 2 ബർഗർ ഉണ്ടാക്കാന്നല്ല 2 ബർണർ ഗ്യാസ് സ്റ്റവ് എന്ന് പറഞ്ഞ. ഇതിന് എത്ര പറഞ്ഞു? 1500. എന്നിട്ട് എവിടെ ഫോട്ടോ ഇല്ലല്ലോ. ബിരിയാണിമ പുട്ടാണ്. ഇപ്പച്ചാ ഇതാക്കണോ? ഈ 8 പശുക്കളും എല്ലാ സമയത്തും ഈ യൂണിവേഴ്സിറ്റിയുടെ അടുത്താണല്ലോ. ഇവിടെ പഠിക്കാൻ വരികയാണോ? ഞാനങ്ങനെ പ്രത്യേകിച്ച് കെട്ടിയിടല്ല സാറേ. ഒരു സ്വാതന്ത്ര്യം കൊടുത്ത് അവരാടിയിടെല്ലാം പോയിട്ട് മേഞ്ഞോട്ട്. തന്റെ പശുക്കളുടെ സ്വാതന്ത്ര്യം നടത്താനുള്ള സ്ഥലമല്ല യൂണിവേഴ്സിറ്റി. നാളെ മുതൽ ഒറ്റ പശുക്കൾ ഇതിന്റെ അകത്ത് പല സ്ഥലത്ത് ബോധമില്ല സാറേ. അത് യൂണിവേഴ്സിറ്റി ഒന്നും അതിന് അറിയില്ല. അത്ര വിദ്യാഭ്യാസം കുറവാണ്. പശുവിന് വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഒന്നുമില്ല. തനിക്ക് കുറച്ച് ബോധം ഉണ്ടായാൽ മതി. ഓ കേട്ടോ. തന്റെ പശുക്കളാണല്ലോ. വിദ്യാഭ്യാസം ഇല്ലാത്ത പശുക്കള് യൂണിവേഴ്സിറ്റി അടുത്ത് വരുമ്പോൾ ഇത്തിരി ബോധം തനിക്കുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പറഞ്ഞു വിടാതിരിക്കുക. ആരും ഒരു കുത്തലോ ഒന്നും പരിപാടി ചെയ്യാത്ത പാവങ്ങളാണ് 8 പശു. സുരന്തിനും നന്ദിനും ഒന്നും ചെയ്യാത്ത പാവം. പല കോളേജുകളിലെയും കുട്ടികളുടെ എക്സാം കഴിഞ്ഞ പേപ്പേഴ്സ് തന്റെ പശുക്കളാണ് വിഴുങ്ങുന്നത്. സാറേ എക്സാം എഴുതി കഴിഞ്ഞ പേപ്പർ പശു തിന്നോട്ടല്ലോ സാറേ. എടോ അത് വാലുവേഷൻ കഴിഞ്ഞിട്ടില്ല. എന്ത് ഇയാൾ പറയുന്നത്? സാറേ